തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നമ്മുടെ തിരുവനന്തപുരത്തെ റീജിയണൽ ബ്യൂറോയിലെ ടീം അംഗങ്ങളുണ്ട്. ഷിവിത് റാവുത്തറും സംഘവും വാർത്താ സംഘം അവിടെയുണ്ട്. അതുപോലെ നമ്മുടെ വാർത്താ സംഘത്തിന് വീടുകളിലേക്ക് പുറപ്പെടാൻ സമയമായിരിക്കുന്നു. നിങ്ങളുടെ ഗിഫ്റ്റുമായിട്ട് വരാം. ഹലോ, ഹാപ്പി ഓണം അലക്സ് റാം മുഹമ്മദ് ആൻഡ് അതേഴ്സ്. ഹാപ്പി ഓണം. അപ്പോൾ പറയൂ ഷഫീദ്, പത്മനാഭസ്വാമി ടെമ്പിളിൽ നിന്നുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അവതാര പുലികൾ അടരാടി തുടങ്ങി, സദ്യവട്ടം ഒരുക്കുന്നതിനുള്ള തകൃതിയായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു, പാചകം തുടങ്ങി. ഉന്മേഷിന്റെ തിരുമലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാപ്പി ഓണം എസ് കെ എൻ, ഹാപ്പി ഓണം ടു ഓൾ. ഏതായാലും ഈ കേരളം ഒന്നാകെ ആഘോഷിക്കുന്ന പോലെ നമ്മളും ഈ ഓണം അടിച്ചു പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പതിവ് പോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടയിലുണ്ട്. അവിടെ വലിയ തരത്തിലുള്ള ആളുകൾ, അത് ഈ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല കേരളത്തിന്റെ മറ്റെല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ പതിവ് പോലെ ഇവിടേക്ക് എത്തി ക്ഷേത്ര ദർശനം അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളുടെ ബ്യൂറോയിലെ മുഴുവൻ ടീമാണ് എസ് കെ എൻ. അതിൽ നമ്മളുടെ സാരഥികളുണ്ട്, ക്യാമറമാരുണ്ട്, മറ്റ് ടീം അംഗങ്ങൾ എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. അങ്ങനെ നമ്മൾ ഒന്നിച്ചായിരിക്കും ഈ മൊമെന്റ് മുതൽ നമ്മളുടെ ഓണാഘോഷം തുടങ്ങുന്നത്. ബ്യൂറോയെ സംബന്ധിച്ച് വളരെ പേഴ്സണലായി മറ്റൊരു സന്തോഷം കൂടി ഈ ഓണാഘോഷ വേളയിൽ പങ്കുവയ്ക്കാം. ഇന്ന് അലക്സ് റാം മുഹമ്മദിന്റെ പിറന്നാളാണ്. അങ്ങനെ ഒരു സന്തോഷം കൂടി ബ്യൂറോയെ സംബന്ധിച്ചിട്ടുണ്ട്, അങ്ങനെ കൂടി ആഘോഷം കൂടി ബ്യൂറോയെ സംബന്ധിച്ചിട്ടുണ്ട്. അലക്സെ, എങ്ങനെയുണ്ട് ഓണം, എങ്ങനെയുണ്ട് പിറന്നാൾ? ഓണം അടിപൊളി. ഓണം നമ്മൾ ഈ വയനാടൊക്കെ പോയിട്ട് വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്, അങ്ങനെ ഒരു അതിജീവനത്തിൻ്റെ ഓണം എന്നുള്ളതാണ് പൂർണ്ണ അർത്ഥത്തിൽ. ഇവിടേക്ക് വരുമ്പോഴത്തേനും ആളുകളൊക്കെ ഭയങ്കര വൈബിലാണ്. ആ വൈബിൻ്റെ എല്ലാ അർത്ഥത്തിലും നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടി ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തി കഴിഞ്ഞു. പിന്നെ പിറന്നാൾ 30കളിലേക്ക് കിടക്കുന്ന എസ് കെ എൻ, അങ്ങനെ ഒരു സന്തോഷം. എസ് കെ എൻ, അലക്സ് പറയുന്നത് 30ആണ്, പക്ഷെ അതല്ല എന്നാണ് ബ്യൂറോയിലെ മറ്റുള്ളവരുടെ അഭിപ്രായം. സലീമ, ഓണം എങ്ങനെയുണ്ട്, എന്താണ് പറയാനുള്ളത്? ഓണം അടിപൊളിയാണ്, നമ്മൾ കളറാക്കുക. മാത്രമല്ല നമ്മുടെ അലക്സേട്ടന്റെ പിറന്നാളാണല്ലോ. അപ്പോൾ അലക്സേട്ടന്റെ പിറന്നാൾ എന്ന് പറയുമ്പോഴത്തേക്ക് അലക്സേട്ടൻ ജനിച്ചെന്നും മഹാബലി പേടിച്ച് ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് പോയെന്നും പറയാനുള്ള ഐതിഹ്യമുണ്ട്. അപ്പോൾ അത്രയും ചരിത്രവും പ്രാധാന്യവും കൊണ്ട്, അത്രയും വർഷം പഴക്കമുണ്ട് അലക്സേട്ടന്. അപ്പോൾ എന്തായാലും നമ്മൾ കളറാക്കും, അടിച്ചു പൊളിക്കും. ഏതായാലും ഇതാണ് എസ് കെ എൻ, അങ്ങനെയുള്ള ആഘോഷവും അങ്ങനെയുള്ള സന്തോഷവും ഉണ്ട്. ഏതായാലും നമ്മൾ പ്രേക്ഷകരിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുൻപിലാണ് തിരുവനന്തപുരം ടീം അംഗങ്ങളുള്ളത്. നമ്മുടെ മുഴുവൻ ടീം അംഗങ്ങളെയും നമുക്ക് ഈ ക്യാമറ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ രീതിയിലുള്ള സന്തോഷത്തിൽ നമ്മൾ ഈ ഓണാഘോഷത്തിലേക്ക് കടക്കുകയാണ് എസ് കെ എൻ. ഹാപ്പി ഓണം ടു ഓൾ. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചില്ലാട്ടം പറക്കാൻ അറിയാവും? നാട്ടുമ്പുറത്തൊക്കെ ചില്ലിയാട്ടം ചില്ലിയാട്ടമൊക്കെ പറന്ന് തെങ്ങിൻ്റെ മണ്ടയിലൊക്കെ പോയി ഇരുന്ന് പരിചയമൊക്കെ ഉണ്ട്. ഓണത്തള്ളാണിത്, പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കറിയുന്നത് പോലെ നമ്മുടെ വാർത്താ സംഘം 14 ജില്ലകളിലും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഓണാശംസകൾ നേരാനും നിങ്ങൾക്ക് ചെറിയൊരു സമ്മാനം ഈ തിരുവോണനാളിൽ നൽകുവാനുമായിട്ട് വാർത്താ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് വീട്ടിലേക്കും ഇവർ കടന്നു വരാം. പക്ഷേ നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റണമെന്നില്ല, വരാന്ത വെച്ച് സംസാരിച്ച് ഓണാശംസകളൊക്കെ നല്ല യഥായുക്തം വാങ്ങി നിങ്ങൾ ഗിഫ്റ്റൊക്കെ വാങ്ങി അവർ സന്തോഷ സമയത്ത് യാത്ര അയച്ചാൽ മതി. ആ കാര്യം, ആ ചടങ്ങ് നമ്മൾ തത്സമയം ഇവിടെ സംപ്രേഷണം ചെയ്യും. അപ്പോൾ ചലോ വാർത്താ സംഘം ചലോ, ഹിന്ദിയാണ് കേട്ടോ, ഹിന്ദി. അപ്പോൾ ഇനി നമുക്കൊരു ഇടവേള പോകണം. അവിടെ സദ്യവട്ടം നല്ല തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുരായണം ചേച്ചി ശ്രീനിത നല്ല എന്താ ഇപ്പോൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ടഫ് ജോലി ഞാനാണ് ചെയ്യുന്നത്. സവാള തൊലി കളഞ്ഞു. സാറ് പറഞ്ഞത് മുതൽ തൊലി കളയാൻ തുടങ്ങിയത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വെച്ചിരുന്ന മറ്റേ കുമ്പളങ്ങ വീണ്ടും അരിയുവാണ്. ഈ സവാളയുടെ തൊലി കളയുന്നത് ഏറ്റവും വലിയ ജോലിയാണെന്ന് ഈ ഭൂമി മലയാളത്തിൽ കണ്ടുപിടിച്ച ആളാണ് നമ്മുടെ കുരായണം ചേച്ചി. സാധാരണ പ്രോഗ്രാമിലൂടെ ചെയ്യാറുള്ളത്, മാത്രമല്ല സത്യം പ്രോഗ്രാമിൽ പലരുടെയും തൊലി കളഞ്ഞ് വഴിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഗോപി, ഇപ്പോൾ ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം മലയാളികൾക്കെല്ലാം ഓണാശംസകൾ നേർന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മലയാളത്തിൽ അദ്ദേഹം ഒരു ഓണാശംസ നേർന്നുകൊണ്ട് അദ്ദേഹം സന്ദേശം അയച്ചിരിക്കുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ എല്ലാവർക്കും ഓണാശംസകൾ നേർന്നു. നമ്മൾ ഈ സദ്യയൊക്കെ ഒരുങ്ങട്ടെ, നമ്മുടെ കലാരൂപങ്ങൾ നമുക്കൊപ്പം തുടരട്ടെ, 12K വിസ്താരയിൽ നമ്മുടെ കളികൾ നടക്കട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഇടവേള പോകണം. ഇടവേള കഴിഞ്ഞ് നമ്മൾ വേഗം മടങ്ങി വരും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു കാരണവശാലും പോകരുത്. നമുക്ക് കുറേ സർപ്രൈസുകൾ നമ്മൾ നിങ്ങൾക്കായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സർപ്രൈസുകൾ പ്രേക്ഷകരെ തേടി വരും. മാത്രമല്ല നമുക്ക് ചില ചലച്ചിത്ര താരങ്ങൾ കൂടി നമുക്കൊപ്പം അതിഥികളായി ഇന്ന് ചേരും. അപ്പോൾ ഈ അതിഥികളുമൊക്കെ ആയിട്ട് അടുത്ത 5 മണിക്കൂർ നേരം നമ്മൾ ഒന്നിച്ചുള്ള ഒരു യാത്രയായിരിക്കും. അത് കഴിഞ്ഞാൽ വിഭവസമൃദ്ധമായ സദ്യ ഇവിടെ ഒരുങ്ങും, നിങ്ങളുടെ വീടുകളിൽ ഒരുങ്ങും. സദ്യ കഴിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് ഈ 24 തത്സമയ അവതാര പുലികളുടെ സംപ്രേഷണം കാണാം. നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ഒന്നിച്ചുള്ള ഒരു യാത്രയാണ്. നമ്മൾ ഒന്നിച്ച് തന്നെ തോളിൽ കൈയിട്ട് മഹാബലി തിരുമേനിയെ നമ്മൾ സ്വീകരിക്കും.